എവരിവൺ, യാണിസ്റ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു യാൺ അൺബോക്സിങ് യാൺ ഹോൾ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ വലിയൊരു ബാഗ് നിറയെ യാണുണ്ട്. ഇത് ഞാൻ ഓൺലൈനായിട്ട് മേടിച്ചതാണ്. അപ്പോൾ ഇതിലെന്തൊക്കെയാണുള്ളതെന്ന് നോക്കാം. അതിന് ഞാനത് കട്ട് ചെയ്ത് ഇതുവരെ ഞാൻ അൺബോക്സ് ചെയ്തിട്ടില്ല, അത് തീരെ നോക്കിയിട്ടില്ല. ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ സാധാരണ യാണൊക്കെ ഓൺലൈനായിട്ടാണ് കേട്ടോ മേടിക്കുന്നത്. ഞാൻ തീരെ സ്റ്റോറിൽ പോയിട്ട് വാങ്ങാറില്ല. കാരണം ഇവിടെയൊന്നും നല്ല യാൺ കിട്ടുന്ന സ്റ്റോഴ്സൊന്നും ഇല്ല. എൻ്റെ അറിവിൽ കേരളത്തിൽ തന്നെ വളരെ കുറവാണ്. കണ്ണൂരെങ്ങാണ്ട് ഉള്ളൂ യാൺ കിട്ടുന്ന സ്റ്റോറുള്ളത്. ബാക്കിയുള്ള ഷോപ്പിലൊക്കെ ചെറിയ ക്വാണ്ടിറ്റിയിലുള്ള 10 ഗ്രാം 15 ഗ്രാമിൻ്റെ ഒക്കെ സെറ്റായിട്ടാണ് യാൺ കിട്ടുന്നത്. അപ്പോൾ ആ പ്രോജക്ട്സ് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല ചെറിയ ക്വാണ്ടിറ്റി കിട്ടിയാൽ. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഓൺലൈനായിട്ട് ഞാൻ എടുക്കാറ്. അപ്പോൾ ഇത്തവണ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അധികമൊന്നുമില്ല. ഈ ഒരു പ്രാവശ്യം ഞാൻ അക്രിലിക് യാൺസാണ് കൂടുതൽ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ കോട്ടൺ യാണിൻ്റെ ഒരു സെറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് വന്നിട്ടില്ല. അത് വന്നു കഴിഞ്ഞാൽ അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ തന്നെ ഇത്രയും യാണുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇതിൽ ശരിക്കും പറഞ്ഞാൽ കുറേ വെറൈറ്റീസ് ഒന്നുമില്ല, 2 മോഡലേ ഉള്ളൂ. അതിന് ഡിഫറെൻറ്റ് കളേഴ്സാണ് ഞാൻ എടുത്തത്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് ഈ ഒരു യാണാണ്. ഇത് സ്നോ ഡ്രോപ്പ് എന്ന് പറയുന്ന ഒരു യാണാണ്. ഗംഗയുടെ ആണെന്ന് തോന്നുന്നു. സ്നോ ഡ്രോപ്പ് യാണാണിത്. ഇത് ഓൾറെഡി എൻ്റെ കയ്യിൽ സെയിം കളറിൽ 2 ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് വലിയ പ്രൊജക്ട്സ് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ ഒന്നുകൂടെ മേടിച്ചാണ്. ഇത് അക്രിലിക് യാൺ തന്നെയാണ്. ഇത് നമ്പർ 3 വരുന്നതാണ്. കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ. അതിലിങ്ങനെ ഡോട്ട്സ് ആയിട്ട് ഉള്ളൊരു ഡിസൈന്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു യാൺ കാറ്റഗറിയാണ് ഈ സ്നോ ഡ്രോപ്പ്. പക്ഷേ ഇതിങ്ങനെ നമുക്ക് ഇതേപോലെ ഹാങ് ആയിട്ടാണ് കിട്ടുന്നത്. നമ്മൾ പിന്നീട് അത് ബോളാക്കി മാറ്റും. ബാക്കിയുള്ള യാണെല്ലാം ഗംഗയുടെ തന്നെ ഡിസയർ എന്ന് പറയുന്ന യാണാണ്. കണ്ടോ, ഇതിൻ്റെ വേറെ കളേഴ്സാണ് ഞാൻ ഓർഡർ ചെയ്തതൊക്കെ. അപ്പോൾ അതിൻ്റെ കുറേ കളേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ കുറച്ച് സ്പെഷ്യാലിറ്റീസ് കാണിച്ചു തരാം, എന്നിട്ട് കളേഴ്സ് കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഇതിൻ്റെ പേര് ഞാൻ പറഞ്ഞു ഡിസയർ ആണ്. ഗംഗ ഡിസയർ എന്ന് പറയുന്ന യാണാണ്. ഇതിൻ്റെ ബ്ലെൻഡ് നോക്കുകയാണെങ്കിൽ 100% അക്രിലിക് യാണാണ്. അതിൽ തന്നെ 200 മീറ്ററാണ് ഈ ഒരു ബോളിൽ വരുന്നത്. പിന്നെ 100 ഗ്രാമാണ്. ഈ 200 മീറ്റർ അക്രോസ് ആയിരിക്കും. ഇതിന് MRP വരുന്നത് 105 ആണ്. 105 രൂപയാണ് MRP വരുന്നത്. പക്ഷേ ഞാനത് മേടിച്ചപ്പോൾ എനിക്ക് 90-95 അങ്ങനെ എന്തോന്നാണ് ആയിരുന്നാണ് ഓർമ്മ. അപ്പം ഇതിൻ്റെ യാൺ നമ്പർ 4 ആണ്. 4 മീഡിയം യാണാണ്. കണ്ടോ, പിന്നെ ഹുക്ക് സൈസൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഹുക്ക് സൈസ് അവർ കൊടുത്തിട്ടുള്ളത് 6.5 mm ആണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു 5 mm 4.5 mm 5.5 mm ഒക്കെ ആയിരിക്കും കുറച്ചുകൂടി സ്യൂട്ടാവാന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഷെയ്ഡ് നമ്പർ DSR 041 ആണിത്. ഒരു മെറൂൺ കളറുള്ള യാണാണ്. ഇത് ഗംഗാ ക്രവാൻസിൻ്റെ ആണ്. മെയ്ഡ് ഇൻ ഇന്ത്യ തന്നെയാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് കളറാണ് ഇത്. ഞാൻ പൊതുവേ ഈ ഹാങ്സിൽ നമ്മൾ നേരത്തെ കണ്ടില്ലേ സ്നോ ഡ്രോപ്പ് എന്ന് പറയുന്നതാണ്. ആ ഒരു ഇതിൽ തന്നെയാണ് ഞാൻ പൊതുവേ മേടിക്കാറ്. പക്ഷേ പിന്നെ എനിക്ക് മനസ്സിലായി നമ്മൾ ഒരുപാട് ടൈം പോകും അതിങ്ങനെ ബോളാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ അത് വെച്ച് നോക്കുമ്പം ഇതിന് കുറച്ചുകൂടി ക്വാളിറ്റി ഉണ്ടാവും ഇങ്ങനെ ബോളായിട്ട് വരുന്നതിന്. മറ്റതിൽ നമുക്ക് വല്ലാണ്ട് യാൺ പൊന്തും പില്ലേ നന്നായിട്ട് ഇങ്ങനെ ഇതിൻ്റെ ഇഴകൾ ഇങ്ങനെ ഇളകി വരും നമ്മൾ ചെയ്യുമ്പോൾ. ഇങ്ങനത്തെ യാൺ അത് കുറവായിരിക്കും, കുറച്ചുകൂടി ക്വാളിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ കളേഴ്സ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഞാൻ ഈ മെറൂൺ, ഒരു ബർഗണ്ടി മെറൂൺ ഷെയ്ഡാണ്. പിന്നെ ഇത് ബ്ലാക്കാണ്. ബ്ലാക്ക് തന്നെ ഞാൻ വേറെയും എടുക്കും. ഈ മെറൂൺ തന്നെ 2 മേടിച്ചിട്ടുണ്ട്. അതേപോലെ ബ്ലാക്കും 2 മേടിച്ചിട്ടുണ്ട്. പിന്നെ വേറെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു കളറാണിത്. ഇതൊരു എന്താ പറയുക, ഒരു മഡ് കളർ പോലെ ഉള്ള ഒരു കളറാണ്. നല്ല ഇത് ഈ ഒരു കളറിൻ്റെ സ്പെഷ്യാലിറ്റി എല്ലാ കളറിൻ്റെ കൂടെ ഇത് മാച്ച് ചെയ്യുന്നുള്ളതാണ്. ഓക്കെ, ഇത് ഇവരിങ്ങനെ ബാഗിലൊക്കെ ആക്കി തന്നിട്ടുണ്ട്. ഇതും അതേപോലെ തന്നെ ഇതൊരു പീക്കോക്ക് ബ്ലൂ ഷെയ്ഡിൽ വരുന്നതാണ് 2. പിന്നെ അടുത്ത് നോക്കുവാണെങ്കിൽ ഇത് എന്താ പറയുക, ഓഫ് വൈറ്റ് പോലെ, പ്യോർ വൈറ്റ് അല്ല, ബേജിൻ്റെ ഒക്കെ ഒരു ലൈറ്റ് ഷെയ്ഡ് എന്ന് പറയാം. ഈ ഒരു കളറിന് എന്താണ് അവർ റൈസ് കളറിന് അങ്ങനെ എന്തോന്നാണ് പറഞ്ഞത്. ശരിയാണ്, ഒരു റൈസ് കളർ പോലെ തന്നെയാണുള്ളത്. നമുക്ക് അടിയുടെ ഒക്കെ ഒരു കളറാണ്, പ്യോർ വൈറ്റ് അല്ല. അപ്പം അതാണ് അടുത്ത കളർ എന്ന് പറയുന്നത്. ഇനി ഞാനൊരു 2-3 കളേഴ്സോടെ ഉണ്ട്. അപ്പം ഇത് മസ്റ്റർഡ് യെല്ലോ ആണ്.
പിന്നെ ഇത് ലൈറ്റ് ബ്ലൂ ആൻഡ് ഇത് വന്നിട്ട് ഒരു ഒലീവ് ഗ്രീൻ പോലത്തെ ഡാർക്ക് ഒലീവ് ഗ്രീൻ കളർ. അപ്പോൾ ഇത്രയാണ് കളേഴ്സ് ഉള്ളത്. അപ്പോൾ ഞാനിതൊക്കെ രണ്ടെണ്ണം എടുക്കുന്നത് എന്താ വെച്ചാൽ ഇതിൽ കണ്ടല്ലോ നമ്മൾ 200 മീറ്റേഴ്സാണ് ഒരു ബോളിൽ വരുന്നത്. അപ്പോൾ 200 മീറ്റേഴ്സ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രൊജക്ട്സ് കുറവാണ്. ഇപ്പോൾ സിംഗിൾ യാൺ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ 2 ബോൾ തന്നെ നമുക്ക് ചിലപ്പോൾ തക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ 2 ബോൾസ് വെച്ചിട്ട് മേടിച്ചത്. അപ്പോൾ നമുക്ക് പ്രൊജക്റ്റൊക്കെ ചെയ്യുമ്പോൾ പ്രശ്നമില്ല. ഈ ഒരു കളർ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കാരണം ഇത് എല്ലാ കളറിൻ്റെ കൂടെ സ്യൂട്ടാകുന്നുണ്ട്. കണ്ടോ, ഈ മറൂണിൻ്റെ കൂടെ മാച്ച് ആവും, ഈവൻ ബ്ലാക്കിൻ്റെ കൂടെ മാച്ച് ആവും, എല്ലാ കളേഴ്സിൻ്റെയും കൂടെ ഇത് മാച്ച് ആവും കേട്ടോ. ഈ യെല്ലോയുടെ കൂടെ മാച്ച് ആവും. അതുകൊണ്ടാണ് ഈ ഒരു കളർ ഞാൻ ചൂസ് ചെയ്തത്. പിന്നെ ഞാൻ ഒരു ഹുക്കും മേടിച്ചിട്ടുണ്ട്. ഇത് 5.5 mm ഹുക്കാണ്. എൻ്റെ 5.5 mm ഹുക്ക് എവിടെയാണ് പോയെന്നറിയില്ല. അപ്പം ഇത് പക്ഷേ ഞാൻ സാധാരണ അലൂമിനിയം ഹുക്കാണ് യൂസ് ചെയ്യാറ്. ഞാൻ ഹുക്കിൽ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളല്ല. കാരണം നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഹുക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് വെച്ച് തന്നെ അങ്ങോട്ട് ചെയ്താൽ മതി. അതിന് നമ്മൾ പിന്നെ എല്ലാ കമ്പനിയുടെ ഹുക്ക് വാങ്ങി ഹാൻഡിലുള്ളത് കുറേ എണ്ണം, ഹാൻഡിലില്ലാത്ത കുറേ എണ്ണം, അങ്ങനെ കളറ് വേറെ അതിൻ്റെ ഒരു ആവശ്യമില്ല. നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഏതാണോ പറ്റുന്നത് അത് തന്നെ മതി. പക്ഷേ എൻ്റെ കയ്യിലുള്ളതിൽ 5.5 mm കാണാതെ പോയതുകൊണ്ടാണ് ഞാനിതിപ്പോൾ മേടിച്ചത്. ഇത് നിറ്റ് പ്രോയുടെ ഹുക്കാണ് കേട്ടോ. ഇത് നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഹുക്കാണ്. ഇതിന് അത്യാവശ്യം 80 റുപ്പീസ് വരുന്നുണ്ട് ഈ ഒരു ഹുക്കിന്. അപ്പോൾ ഇത്രയാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. ഇത് ഫുൾ അക്രിലിക് യാണാണ് കേട്ടോ. കുറച്ച് വെറൈറ്റി യാണൊക്കെ മേടിച്ചിട്ടുണ്ട് ഞാൻ. അതിനൊരു ബണ്ടിൽ ഇനി വരാനുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ ഞാനത് അൺബോക്സ് ചെയ്ത് യാൺ ഹോൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതേപോലെ വീഡിയോസ് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പ്രൊജക്റ്റ് വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ട് എന്തായാലും പറയണേ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ. താങ്ക് യു.